ബ്ലാക്ക് ബേർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നെടുക്കുന്നത് പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ. അതാണ് ഇന്നെടുക്കുന്നത്. പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ബിസിനസ് മുഴുവൻ നിർത്തുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് മുഴുവൻ അടച്ചു പൂട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ബാലൻസ് ഷീറ്റും തരും, കുറച്ച് വിവരങ്ങളും തരും. അപ്പം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഇവിടെ തയ്യാറാക്കേണ്ട അക്കൗണ്ടിൻ്റെ പേര് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയും. ഇവിടെ ആ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ മോഡലാണ് എല്ലാ അസറ്റ്സും ഡെബിറ്റ് ചെയ്യുക, പിന്നെ എല്ലാ ലൈബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യുക, പിന്നെ അസറ്റ് വിറ്റ് കിട്ടിയത് കാണിക്കുക, അസറ്റ് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് കാണിക്കുക, പിന്നെ ഒരു പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ചെയ്യുക. ഇവിടെ ബാലൻസ് ഷീറ്റ് ഇല്ല. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്തിൻ്റെ കേസിൽ ഒരു ബാലൻസ് ഷീറ്റ് തുടങ്ങി മറ്റൊരു ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അവസാനിക്കുന്നത്. എന്നാൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് തന്നിരിക്കും. പക്ഷേ ഈ ബാലൻസ് ഷീറ്റ് ചെയ്ത് നമ്മൾ അവസാനിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ് അവസാനിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. വർമ്മ ആൻഡ് ശർമ്മ രണ്ടുപേരാണ് പാർട്ട്നേഴ്സ്. ഹൂ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ബിസിനസ് ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസോൾവ് മീൻസ് അടച്ചു പൂട്ടുക. ജനുവരി 2021 അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റിസർവ് ഉണ്ട്, അവരുടെ വർമ്മയുടെയും ശർമ്മയുടെയും ക്യാപിറ്റലും തന്നിരിക്കുന്നു. ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് 3600 കുറഞ്ഞു പോയി. ഡെപ്റ്റേഴ്സ് ഇത് നഷ്ടമായിപ്പോയി. ഡെപ്റ്റേഴ്സ് 4300 ഉണ്ടായിരുന്നു, അത് 3600 കിട്ടിയുള്ളൂ. 10500 പ്ലാന്റ്. ഇതേ 10700 കുറച്ച് വിറ്റപ്പോൾ കിട്ടിയുള്ളൂ. സ്റ്റോക്ക് 5000 എല്ലാം കുറവാണ്, അതുകൊണ്ട് നഷ്ടമാണ്. ക്രെഡിറ്റേഴ്സ് വേർ പേ 10% ലെസ്. ക്രെഡിറ്റേഴ്സ് 10% കുറച്ച് കൊടുത്ത 5800. പിന്നെ എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ 350. ഇത് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ അങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാ അസറ്റും, നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അസറ്റും ക്യാഷ് ഒഴികെ, ക്യാഷ് അറ്റ് ബാങ്ക് ഒഴികെയുള്ള എല്ലാ അസറ്റും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് 4300, സ്റ്റോക്ക് 5800, അത് ബാലൻസ് ഷീറ്റ് കിടപ്പുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 10700, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 5800. ഇങ്ങനെ അസറ്റും ലയബിലിറ്റി ഇങ്ങോട്ട് എടുത്തെഴുതുക. അതിനുശേഷം അസറ്റ് വിറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഡെപ്റ്റേഴ്സ് 3600, പ്ലാന്റ് 10500, സ്റ്റോക്ക് അത് ബൈ ബാങ്ക് എന്ന് കാണിക്കുക. ആകെ 19200 ഇതെല്ലാം കൂടെ വിറ്റപ്പം കിട്ടിയത്. ഇനി ഡെപ്റ്റേഴ്സ് ഈ 5800 10% ഡിസ്കൗണ്ടിനാണിത് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി 5220. പിന്നെ എക്സ്പെൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് തന്നിട്ടുണ്ട് 350. ഇങ്ങനെ ടോട്ടൽ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ടോട്ടൽ 16370 വരും ടോട്ടൽ. ഈ 16370 നിന്ന് ഇത് കുറയ്ക്കുമ്പം 16370 നിന്ന് ഇത് കുറയ്ക്കുമ്പം 1370 ലോസ് വരും. ഈ 1370 ലോസ് കണ്ടോ, 1/2. അതായത് ഇവർ ഈക്വൽ പാർട്ട്നേഴ്സാണ്, അതുകൊണ്ട് 4 വെച്ച് ഇവർക്ക് 685 രണ്ടുപേർക്ക് വീതം കൊടുക്കുന്നു. ഇങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. പിന്നെ റിസർവ് ഉണ്ട് 4600. ആ റിസർവ് ഈക്വൽ പാർട്ട്നേഴ്സാണ്, അതുകൊണ്ട് 1/2 വെച്ച് പാർട്ട്നേഴ്സിന് റിസർവ് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ റിയലൈസേഷൻ്റെ ലോസ് ഇത് അവരുടെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ റിയലൈസേഷൻ്റെ ലോസ് ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. 685 ടു റിയലൈസേഷൻ. പിന്നെ അവർ ഇതിന് ഡിഫറൻസ്, അതായത് 7300 685 കുറച്ചിട്ട് ബാക്കിയുള്ള 6615 9615 അവർക്ക് ക്യാഷായിട്ട് കൊടുത്തുവിടുക. ഇനി ബാലൻസ് ഇല്ല, ഫേം ഇല്ല. ഇനി അടുത്ത ബാങ്ക് അക്കൗണ്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിൻ്റെ ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്, അത് എടുത്തെഴുതുക. അസറ്റ് വിറ്റപ്പോൾ കിട്ടിയത് 19200. അത് റിയലൈസേഷൻ അക്കൗണ്ടിലുണ്ട്, അത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു റിയലൈസേഷൻ വരും. അസറ്റ് സോൾഡ്. ഇനി ക്രെഡിറ്റേഴ്സ് ഇവിടെ പേ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ബാങ്കിൽ നിന്ന് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ബൈ റിയലൈസേഷൻ ബാങ്ക് അക്കൗണ്ടിൽ 5220. പിന്നെ എക്സ്പെൻസ് 350, അതും പേ ഓഫ് ചെയ്തിരിക്കുന്നത്, അതും ബാങ്കിൽ നിന്ന് കുറയുവാണ് ചെയ്യുന്നത്. എന്നിട്ട് വർമ്മയ്ക്കും ശർമ്മയ്ക്കും കൊടുത്തു വിടുന്ന 6615 9615. ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ടാലി ആകുമ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് തീരും. അപ്പം
ഡിസൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ഇതുപോലെ വലിയ മാർക്കിന് എസ്സേ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം. അത് എല്ലാവരും ഇത് കണ്ട് വീണ്ടും മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇനി ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയി അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.